HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനന്യ സന്ദീപ്, നേഹ ഫാത്തിമ, അതിഥി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. പ്രസിഡന്റിനെ വിമർശിക്കുന്ന മാർപ്പാപ്പയെ ആവശ്യമില്ലെന്ന് ട്രംപ്. ആസിയയ്ക്ക് വിട നൽകി രാജ്യം. റഷ്യൻ ഇറാൻ എണ്ണയ്ക്ക് അമേരിക്കയുടെ പൂട്ടുവീണു, ഇന്ത്യക്ക് തിരിച്ചടി. തിരിച്ചു വന്നത് 8.43 ലക്ഷം പ്രവാസികൾ, കണക്കെടുപ്പുകൾ ഞെട്ടിച്ചു. ഇത്തവണത്തെ ഹജ്ജ് യാത്രയ്ക്ക് ചിലവ് കൂടും. സ്വയം യേശു ക്രിസ്തുവായി ചിത്രീകരിച്ചുള്ള ചിത്രം പങ്കുവച്ചു ട്രംപ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. പ്രസിഡന്റിനെ വിമർശിക്കുന്ന മാർപ്പാപ്പയെ ആവശ്യമില്ലെന്ന് ട്രംപ്. ഡൊണാൾഡ് ട്രംപുമായി ഒരു തർക്കത്തിന് താൻ ആഗ്രഹിക്കുന്നില്ലെന്നും യുദ്ധത്തിനെതിരെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് തുടരുമെന്നും ലിയോ 14 മാർപ്പാപ്പ. തനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയ ട്രംപിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സമാധാനം പ്രോത്സാഹിപ്പിക്കാനും ചർച്ചകളിലൂടെയും രാജ്യങ്ങൾ തമ്മിലുള്ള ബഹുതല ബന്ധങ്ങളിലൂടെയും പ്രശ്നങ്ങൾക്ക് ന്യായമായ പരിഹാരം കണ്ടെത്താനുമാണ് താൻ ശ്രമിക്കുന്നത്. ഇന്ന് ലോകത്ത് വളരെയധികം ആളുകൾ കഷ്ടപ്പെടുന്നു, നിരപരാധികൾ കൊല്ലപ്പെടുന്നു. ഇതിലും നല്ലൊരു വഴിയുണ്ടെന്ന് ആരോടെങ്കിലും എഴുന്നേറ്റ് നിന്ന് പറയേണ്ടതുണ്ടെന്ന് താൻ കരുതുന്നുവെന്ന് ലിയോ 14 പറഞ്ഞു. 4 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള 11 ദിവസത്തെ സന്ദർശനത്തിനായി അൾജീരിയയിലേക്കുള്ള യാത്രക്കിടെയാണ് മാർപ്പാപ്പയുടെ പ്രതികരണം. റഷ്യൻ ഇറാൻ എണ്ണയ്ക്ക് അമേരിക്കയുടെ പൂട്ടുവീണു, ഇന്ത്യക്ക് തിരിച്ചടി. വാഷിംഗ്ടൺ. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകിയിരുന്ന ഇളവുകൾ ട്രംപ് ഭരണകൂടം റദ്ദാക്കുന്നു. രാജ്യാന്തര വിപണിയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ അസംസ്കൃത എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ കനത്ത തിരിച്ചടിയാണ്. അമേരിക്കൻ ഉപരോധം ഭയന്ന് റഷ്യൻ ഇറാൻ എണ്ണ കമ്പനികളിൽ നിന്നുള്ള ഇറക്കുമതി നിയന്ത്രിക്കാൻ ഇന്ത്യൻ എണ്ണ ശുദ്ധീകരണ കമ്പനികൾ നിർബന്ധിക്കും. റഷ്യ എണ്ണ വാങ്ങാനുള്ള അനുമതി ശനിയാഴ്ച അവസാനിച്ചുവെന്നും ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കാനുള്ള അനുമതി ഞായറാഴ്ചയോടെ അവസാനിക്കുമെന്നും ഇവ പുതുക്കി നൽകിയില്ലെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. മാർച്ച് 11 മുൻപ് കപ്പലുകളിൽ കയറ്റിയ എണ്ണയ്ക്ക് മാത്രമായിരുന്നു ഇളവ് നൽകിയിരുന്നത്. തിരിച്ചു വന്നത് 8.43 ലക്ഷം പ്രവാസികൾ, കണക്കെടുപ്പുകൾ ഞെട്ടിച്ചു. പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഘർഷങ്ങളെ തുടർന്ന് ഫെബ്രുവരി 28 മുതൽ ഇതുവരെ ഏകദേശം 8,43,000 യാത്രക്കാർ ഈ മേഖലകളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയതായി വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ അറിയിച്ചു. വിദേശത്തുള്ള ഇന്ത്യൻ മിഷനുകൾ ഏകോപിപ്പിച്ചാണ് ഇവരെ സുരക്ഷിതമായി എത്തിച്ചത്. ഗൾഫ്, പശ്ചിമേഷ്യൻ മേഖലകളിൽ വ്യോമപാത നിയന്ത്രണങ്ങൾ, വിമാന സർവീസുകളിലുള്ള തടസ്സങ്ങളും തുടർന്നുവരുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനും യാത്ര സുഖകരമാക്കാനും വിപുലമായ ഏകോപന പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു, വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രാദേശികമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ പൗരന്മാരുടെ യാത്ര സുഖകരമാക്കുന്നതിൽ പല ഗൾഫ് രാജ്യങ്ങളിലും പരിമിതമായ തോതിൽ വാണിജ്യ വിമാനങ്ങളും ഷെഡ്യൂൾ ചെയ്യാത്ത വിമാനങ്ങളിൽ സർവീസുകളും നടത്തുന്നുണ്ട്. ഇത്തവണത്തെ ഹജ്ജ് യാത്രയ്ക്ക് ചിലവ് കൂടും, ടിക്കറ്റ് നിരക്ക് കൂട്ടണമെന്ന് വിമാന കമ്പനികൾ. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് വിമാന കമ്പനികൾ ആവശ്യപ്പെട്ടതോടെ ഇത്തവണത്തെ ഹജ്ജ് യാത്രകൾ ചെലവ് കൂടും. $250 വർദ്ധിപ്പിക്കണമെന്നാണ് വിമാന കമ്പനികളുടെ ആവശ്യം. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചാൽ തീർത്ഥാടകർക്കും അധിക തുക നൽകേണ്ടി വരും. ടിക്കറ്റ് നിരക്ക് കൂട്ടിയാൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് അധികാരമുണ്ടാകും. അതേസമയം തിരക്ക് വർധനയിൽ മന്ത്രിയിലെ തീരുമാനമുണ്ടായിരിക്കുമെന്നും ഹജ്ജ് യാത്രയെ ഇത് ബാധിക്കില്ലെന്നും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൃത്തങ്ങൾ അറിയിച്ചു. സ്വയം യേശു ക്രിസ്തുവായി ചിത്രീകരിച്ചുള്ള ചിത്രം പങ്കുവച്ചു ട്രംപ്. മാർപ്പാപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയതിനു പിന്നാലെ സ്വയം യേശുവായി ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റർ പങ്കുവച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രോഗശാന്തി നൽകുന്ന യേശുവായി സ്വയം ചിത്രീകരിക്കുന്ന AI ചിത്രമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചത്. അമേരിക്കൻ പതാകയുടെ പശ്ചാത്തലമുള്ളതാണ് ചിത്രം. സൈനികർ, വിമാനങ്ങൾ, പരുന്ത്, നഴ്സുമാർ, രോഗിയായ ആൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചിത്രം.
കയ്യിൽ പ്രത്യേക വെളിച്ചവും രോഗിയുടെ തലയിൽ കൈവച്ച് ശാന്തി നൽകുന്ന തരത്തിൽ ട്രംപ് നിൽക്കുന്നതുമാണ് ചിത്രത്തിലുള്ളത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ശനിയാഴ്ച നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. വെടിനിർത്തൽ ചർച്ചയുടെ അന്നേ ദിവസം തന്നെയായിരുന്നു മാർപ്പാപ്പ സമാധാനത്തിനായി ആഹ്വാനം ചെയ്തത്. എന്നാൽ ഇതിനെതിരെ ട്രംപ് രംഗത്തെത്തി. മാർപ്പാപ്പ സഭയുടെ കാര്യം നോക്കിയാൽ മതിയെന്നും രാഷ്ട്രീയ കാര്യനാകരുതെന്നും ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. തന്നെ നേരിടാനായി ഒരു അമേരിക്കക്കാരനായ ലിയോയെയാണ് സഭ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തതെന്ന് ട്രംപ് ആരോപിച്ചു. താൻ വൈറ്റ് ഹൗസിൽ ഇല്ലായിരുന്നുവെങ്കിൽ ലിയോ വത്തിക്കാനിലുണ്ടായിരിക്കില്ലായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇതിനു പിന്നാലെ സമാധാനത്തിനായി ഇനി ശബ്ദമുയർത്തുമെന്ന് മറുപടിയായി മാർപ്പാപ്പ രംഗത്തെത്തിയിരുന്നു. ഇതാദ്യമായിട്ടല്ല ട്രംപ് സ്വന്തം ചിത്രം ഉപയോഗിച്ചുള്ള AI ചിത്രീകരണം പങ്കുവയ്ക്കുന്നത്. നേരത്തെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന വേളയിൽ പോപ്പിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്വന്തം AI ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. വൈറ്റ് ഹൗസിൻ്റെ ഔദ്യോഗിക X പേജിലും ഈ ചിത്രം പങ്കുവച്ചിരുന്നു. ഇത് വലിയ ചർച്ചകൾക്കിടയാകുകയും ചെയ്തിരുന്നു. ആശയ്ക്ക് വിട നൽകി രാജ്യം. പ്രശസ്ത പിന്നണി ഗായിക ആശ ഭോസ്ലെയുടെ സംസ്കാര ചടങ്ങിനിടെ വിങ്ങിപ്പൊട്ടി ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും ഭാര്യ അഞ്ജലിയും. മുംബൈയിൽ ലോവർ പരേലിലുള്ള വസതിയായ കാസ ഗ്രാൻഡയിൽ ആശ ഭോസ്ലെയുടെ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതായിരുന്നു സച്ചിൻ. ഇവിടെ വെച്ച് ആശ ഭോസ്ലെയുടെ കുടുംബാംഗങ്ങളെ കണ്ടപ്പോൾ സച്ചിനും അഞ്ജലിയും പൊട്ടിക്കരഞ്ഞു പോകുകയായിരുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്ന സംസ്കാര ചടങ്ങിൽ രാജ്യം മുഴുവൻ കണ്ണീരോടെയാണ് പ്രിയ ഗായികയ്ക്ക് യാത്രമൊഴി നൽകിയത്. WWE താരവും നടനുമായ ജോൺ സീന ആശ ഭോസ്ലെയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഇന്ത്യൻ ആരാധകരെ അമ്പരിപ്പിച്ചു. മുംബൈയിലെ ശിവജി പാർക്കിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അന്ത്യകർമ്മങ്ങൾ. ടാബു, രൺവീർ സിംഗ്, റിതേഷ് ദേശ്മുഖ്, ഷാരുഖ് ഖാൻ, അമീർ ഖാൻ, മനോജ് വാജ്പേയി, കങ്കണ റണാവത്ത്, മേഘ മാലിനി, വിക്കി കൗശൽ, വിവേക് ഒബ്രോയ്, പത്മിനി കോലാപുരി, ജാക്കി ഷ്രോഫ് എന്നിവരും ആദരമർപ്പിക്കാനെത്തി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. പ്രസിഡന്റിനെ വിമർശിക്കുന്ന മാർപ്പാപ്പയെ ആവശ്യമില്ലെന്ന് ട്രംപ്. ആശയ്ക്ക് വിട നൽകി രാജ്യം. റഷ്യൻ ഇറാൻ എണ്ണയ്ക്ക് അമേരിക്കയുടെ പൂട്ടുവീണു. ഇന്ത്യക്ക് തിരിച്ചടി. തിരിച്ചു വന്നത് 8.43 ലക്ഷം പ്രവാസികൾ. കണക്കെടുപ്പുകൾ ഞെട്ടിച്ചു. ഇത്തവണത്തെ ഹജ്ജ് യാത്രയ്ക്ക് ചിലവ് കൂടും. സ്വയം യേശുക്രിസ്തുവായി ചിത്രീകരിച്ചുള്ള ചിത്രം പങ്കുവച്ചു ട്രംപ്. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി അശ്വിൻ എട്ടി. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രി ആര്? ഉത്തരം ഹർദീപ് സിംഗ് പുരി. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി ആര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HS റേഡിയോ പാട്ടുപെട്ടിയിൽ ഇന്ന് 1975 പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലെ തേടിവരും കണ്ണുകളിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ആലപിക്കുന്നത് ദുർഗ. സ്വാമി ഇരുവിളക്കിൻ കതിരുളിയിൽ
അയ്യപ്പ സ്വാമി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. വിഷ്ണു നീ, ശിവനും നീ, ശ്രീമുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പ സ്വാമി. വിഷ്ണു നീ, ശിവനും നീ, ശ്രീമുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പ സ്വാമി. കാലവും നീ, പ്രകൃതിയും നീ, കാരണവും നീ, എന്നും കാത്തരുളുക, വരമരുളുക, കൈവണങ്ങുന്നു അയ്യപ്പ സ്വാമി, അഭയമയ്യപ്പ സ്വാമി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരുളിയിൽ കുടിയിരിക്കും സ്വാമി. അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ, എന്റെ വീട്ടിലൊരു കൊച്ചനുജന കൂടി വരില്ലേ. നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ, എന്റെ വീട്ടിലൊരു കൊച്ചനുജന കൂടി വരില്ലേ. ആറ്റു നോറ്റു ഞങ്ങൾ വരും നിൻ തിരുനടയിൽ, എന്നും കാത്തരുളുക, വരമരുളുക, കൈവണങ്ങുന്നു അയ്യപ്പ സ്വാമി, അഭയമയ്യപ്പ സ്വാമി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരുളിയിൽ കുടിയിരിക്കും സ്വാമി. വാടി വീഴും പൂവുകളിൽ വെയിലുണർത്തും സ്വാമി, വെള്ളിമല ശ്രീകോവില് വാണരുളും സ്വാമി. അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.